ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വിമൻസ് ഡേ. ഞാൻ ഡോക്ടർ രജനി. എല്ലാവർക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നേരുന്നു. നമ്മൾ ഈ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയ ഒരുപാട് പേരുണ്ട്. അവരെ നമ്മൾ ഒരു നിമിഷം നന്ദിയോടുകൂടി നമ്മൾ ഓർക്കണം. കാരണം അവരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ന് സ്ത്രീ എല്ലാ മേഖലയിലുമുണ്ട്. എന്നാലും ഇനിയും ഒരുപാട് മേഖലകളിൽ വരാനുണ്ട്. എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് പാട്. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രദേശത്തുനിന്ന് ആദ്യം ഒരു സ്ത്രീ പഠിക്കാൻ പോകുന്നത് ഭയങ്കര ഒരു സംഭവമായിരിക്കും. പിന്നെ അതിനുശേഷം ആ കുടുംബത്തിലുള്ളവരെല്ലാം പഠിക്കാൻ പോകും, ആ നാട്ടുകാരെല്ലാം പഠിക്കാൻ പോകും. അത് ഈസിയാണ്. അപ്പോൾ ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു കാര്യത്തിനും നമ്മളൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ അത് പിന്നീട് അതൊരു ശീലമായി ആളുകൾക്ക് മാറും. അപ്പോൾ ഏതൊരു നല്ല കാര്യത്തിനും നമുക്കൊരു തുടക്കം കുറിക്കാം. ഓരോ സ്ത്രീയും വിചാരിക്കുക, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് പരമ്പരയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പണ്ട് ആദ്യമായിട്ട് പഠിക്കാൻ പോയവർ, ആദ്യമായിട്ട് ഡാൻസ് കളിച്ചവർ, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്തവർ, അങ്ങനെ ഒരുപാട് ആദ്യത്തെ ആൾക്കാർ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ പിന്നീടുള്ളവർക്ക് അത് ഈസിയാണ്. അപ്പോൾ ഒരുപാട് മേഖലകളിലെത്തി ഇനി സ്ത്രീ എവിടെയാണ് എത്താനുള്ളത് എന്നുണ്ടെങ്കിലും ഇനിയും പല ആദ്യമായിട്ടുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക. പിന്നെ സ്ത്രീ ശക്തയാണ്, സ്ത്രീയും പുരുഷനും ഈക്വലാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈക്വാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും പൊരുതാനും പാടില്ല. കാര്യം, സ്ത്രീ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്, പുരുഷൻ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അല്ലാതെ സ്ത്രീയെപ്പോലെ പുരുഷനോ പുരുഷനെ പോലെ സ്ത്രീക്കോ ഒരിക്കലും ആകാൻ പറ്റത്തില്ല. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചിന്തിക്കുന്നതും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയായിട്ടിരിക്കുക, പുരുഷൻ പുരുഷനായിട്ടിരിക്കുക. സ്ത്രീക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ പറയുന്നു, സ്ത്രീ തന്നെ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങളെ എത്ര ബഹുമാനിക്കുന്നു, ഒരു സ്ത്രീ ആയതിൽ നിങ്ങളിൽ എത്ര പേര് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സമൂഹം നിങ്ങളെ ബഹുമാനിക്കും. അല്ലെങ്കിൽ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എന്നെ ആരും കണക്കാക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് ഒരു സ്ത്രീ ആയല്ലോ, എനിക്ക് ഒരു ജന്മം കൊടുക്കാൻ എനിക്ക് സാധിക്കുമല്ലോ, ഇത്രയും പേർക്ക് താങ്ങാകാൻ എനിക്ക് സാധിക്കുമല്ലോ, ഒരു വീടിൻ്റെ സർവ്വകാര്യങ്ങളും ചെയ്യാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും തണലായിരിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നല്ലോ എന്ന് നമ്മളിൽ അഭിമാനിക്കുക. കാരണം ഇപ്പം നമ്മൾ ഒരു മൈൻഡിൻ്റെ ഒരു സ്റ്റഡി നടത്തിയതിൽ ഫീമെയിൽ ഡിസീസസ് ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര കൂടുതലാണ്. അതെന്താണ്? അവരുടെ തോട്ട്, ഞാൻ സ്ത്രീയാണ്, അതായത് സ്വന്തം സ്ത്രീത്വത്തിനെ സ്ത്രീ വെറുക്കുന്നത് കൊണ്ടാണ്. അതായത് ഗർഭാശയമുഴകൾ, മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് അവർ സ്വന്തം സ്ത്രീത്വത്തിനെ സ്ത്രീ വെറുക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് ആ മെൻ്റൽ സ്റ്റഡി എടുത്തതിൽ അവർക്ക് കിട്ടിയത്. കാരണം സ്ത്രീ ആയതിൽ സ്ത്രീ സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചില സമയത്തൊക്കെ വിചാരിക്കില്ലേ, പുരുഷന്മാർക്ക് അത് സ്വാതന്ത്ര്യമുണ്ട്, ഇത് സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ. പക്ഷേ സ്ത്രീ ആയതിൽ നിങ്ങൾ സന്തോഷിക്കൂ, സ്ത്രീ ആയതിൽ അഭിമാനിക്കൂ, സ്ത്രീ ആയിട്ട് എനിക്ക് ജനിക്കാൻ പറ്റിയല്ലോ എന്ന് സന്തോഷിക്കൂ. നിങ്ങളെ ബഹുമാനിക്കൂ, ലോകം മുഴുവനും നിങ്ങളെ ബഹുമാനിക്കും. താങ്ക് യു.